അവധിക്കാലത്ത് വയനാട്ടിലെത്തുന്ന സഞ്ചാരികളെ ആകർഷിച്ച് കാക്കവയലിലെ സൂര്യകാന്തി പാടം. മുട്ടിൽ കൃഷിഭവന് കീഴിൽ 2 കർഷകർ ചേർന്നാണ് 3 ഏക്കർ സ്ഥലത്ത് സൂര്യകാന്തി കൃഷി ചെയ്തത്. സൂര്യകാന്തി പൂക്കൾ കാണാനും സൂര്യകാന്തി പാടത്ത് നിന്ന് ഫോട്ടോയെടുക്കാനും ഇനി ഗുണ്ടിൽപേട്ടയിലേക്ക് പോകേണ്ടതില്ല. ഓണക്കാലമായാൽ ചെണ്ടുമല്ലി പാടങ്ങളും പിന്നീട് സൂര്യകാന്തി പാടങ്ങളും ഗുണ്ടിൽപേട്ടയുടെ പ്രധാന സവിശേഷതയായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി വയനാട്ടിൽ ചെണ്ടുമല്ലി വിളയിക്കുന്ന ധാരാളം കൃഷിയിടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ കോഴിക്കോട് ദേശീയ പാതയ്ക്കരികെ മുട്ടിലിനും കാക്കവയലിനും ഇടയിലായി വലിയൊരു സൂര്യകാന്തി പാടമാണ് 2 കർഷകർ ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. അവധിക്കാലത്ത് വയനാട്ടിലെത്തുന്ന സഞ്ചാരികളെ വല്ലാതെ ആകർഷിക്കുകയാണ് ഈ സൂര്യകാന്തി പാടം. മുട്ടിൽ സ്വദേശികളായ ബേബിയും പ്രഭാകരനുമാണ് കാർഷിക മേഖലയിലെ പുതിയ വെല്ലുവിളി ഏറ്റെടുക്കുന്നത്. മുട്ടിൽ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെയാണ് കഴിഞ്ഞ 3 വർഷമായി ഇവർ സൂര്യകാന്തി കൃഷി ചെയ്യുന്നത്. പൂക്കൾക്കും വിത്തുകൾക്കും വലിയ വിപണിയൊന്നും ലഭിക്കാറില്ല. ഇടയ്ക്കിടെ മഴ പെയ്യുന്നത് പ്രതികൂലമായതിനാലാണ് വിൽപ്പന നടത്താൻ കഴിയാത്തത്. എന്നാൽ ഇവിടെയെത്തുന്ന ഓരോ സഞ്ചാരിയും ഇവർക്ക് നൽകുന്ന 10 രൂപയാണ് ഈ കർഷകർക്കുള്ള ഏക വരുമാനം. സാമ്പത്തിക വരുമാനത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ സന്തോഷമാണ് തങ്ങളുടെ സന്തോഷം എന്ന് ബേബിയും പ്രഭാകരനും പറയുന്നു.